അറിയില്ല. ഞാൻ ഇവളുടെ വീട് എടുക്കുമ്പോൾ അപ്പം വന്നിട്ട് കിടക്കുന്ന പണിയ അവൾക്ക് കണ്ടോ, അഭിനയോ. ഞാൻ അച്ഛനെ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. പിന്നെ അവിടെ കുറേ പേരുണ്ട്. എൻ്റെ സീറ്റല്ലേ ഇത് ഞാൻ അവിടെ നിന്ന് വന്നത്. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. ഞാൻ അവിടെ വന്നു. എൻ്റെ വാവയൊക്കെ അവിടെ ഉണ്ട്. ഇതാണ് എൻ്റെ അനിയത്തി എഴുത്തിലിരിക്കാനുള്ള. ഇതിൻ്റെ അമ്മൂമ്മയാണ് കണ്ടോ. എൻ്റെ അമ്മൂമ്മ അവരൊക്കെ അവിടെ ഇരിക്കണേ. ഞാൻ ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. പിന്നെ തൊട്ടൊരു സീറ്റിൽ എൻ്റെ അമ്മ കണ്ടോ കളറിറങ്ങാണ്ടിരിക്കും. ചിലപ്പോഴൊക്കെ കിടക്കാറുണ്ട് അവൾ. അഭിനയാണോ എനിക്കറിയില്ല. പിന്നെ അത് നേരെ കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ അവിടെ ഒരു 2 സൈഡും ഡോറുണ്ട്. ആ ഡോറിൻ്റെ കുറച്ചുകൂടി ആ ഡോർ എന്നിട്ട് മുമ്പിലോട്ട് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഒരു 2 ബെഞ്ചുണ്ട്. ഇങ്ങോട്ടും അങ്ങോട്ടും ഇരിക്കുന്ന ബെഞ്ചില്ലേ, അവിടെ എൻ്റെ ബാക്കിയുള്ളവരുള്ളത്. പിന്നെ എനിക്ക് കണ്ടോ ഇത് അഭിനയം, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല അഭിനയം. ഇവളല്ലേ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന മുന്നേ അവള് കണ്ടതായിരുന്നു. എന്നിട്ട് അവൾ ആ സമയത്ത് പോയി വെറുതെ കിടന്ന് ആശം കാണിച്ചിട്ട് എണീക്കുന്ന നേരത്തെ അന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതിനാണ് ഇവൾക്ക് ഇത്ര അടിപിടി കൂടാറുള്ളത്. ഓ പിന്നെ ഞാൻ അത്ര ശല്യപ്പെടുത്തിട്ടൊന്നുമില്ല. ഇവളെപ്പോഴും ഇങ്ങനെ അടി പിടിക്കാൻ പറ്റും. ആ സീറ്റിലായിരുന്ന എൻ്റെ അനിയത്തി കിടന്നു, കസിൻ്റെ അനിയത്തി. ഇവളുടെ പേരാണ് അവിനിക്കാന്ന് വിളിക്കും. പിന്നെ എൻ്റെ എന്താ പറയുക, കോഴിക്കോട് നട്ടോ മൂകാംബികയിലോട്ട് പോണേ. അപ്പോൾ കോഴിക്കോടിലുള്ള എൻ്റെ അമ്മച്ചനുണ്ട്, വേറൊരു അമ്മച്ചൻ. ആ അമ്മച്ചൻ്റെ പേര് മാധുകുമാർ എന്നാണ്. ആ അമ്മച്ചന് ഇവൾക്കൊരു പേരിട്ടുണ്ടായിരുന്നു, അഭിനിക വെളിയെടുത്തെന്ന് പറഞ്ഞൊരു പേര്. അവൾക്ക് ആ പേരും കൂടി ഉണ്ട്. വെറുതെ ഇട്ടതാണ്, എന്നാലും അങ്ങനെ വിളിക്കും ചിലപ്പോൾ. അഭിനിക വെളിയെടുത്ത് പേര് അല്ല കേട്ടോ, ശരിക്കും പറയാനാ ഇവളെ വെളിയെടുത്തുന്ന ആ അമ്മച്ചൻ ഇട്ടത്. ഞങ്ങൾ 2 പേരും ഇരിക്കാൻ. ഇവിടെ നോക്കിയേ, ഈ പുറത്തുനിന്നൊരു ചീത്ത സ്മെല്ലുണ്ട്. അയ്യോ, ഞങ്ങൾക്ക് നല്ലൊരു ഒരു വീഡിയോ എന്താ സീറ്റ് കിട്ടിയിട്ടുണ്ട്, വിൻഡോ സീറ്റ്. അവള് പോയി. ഹലോ, ഇതാണ് ഇവളുടെ ഡ്രസ്സ് കണ്ടത്. അവൾക്ക് പാൻറ്റും ബനിയനുമാണ്. പിന്നെ ഞാനെന്താ അമ്മാമ്മേനെ കാണിച്ചെന്നില്ലേ, ആ അമ്മാമ്മയ്ക്ക് ഇതുപോലത്തെ ഒരു ചുരിദാർ ഇതേ നിറത്തിലുള്ള കേട്ടോ ഇവളുടെ പാൻറ്റ് പോലത്തെ. ഞങ്ങൾ കാണിച്ചു തരാട്ടോ എൻ്റെ അമ്മേനെ. കണ്ടോ, ഒരു ബ്ലാക്ക് ഡ്രസ് അല്ലേ ഇട്ടേ. അവൾ ഇതേമാതിരിക്കുള്ള സെയിം ഉള്ള പാൻറ് ഇട്ടേക്കണ കണ്ടോ, കണ്ടില്ലേ നിങ്ങളെ ഷോളിന് താഴത്ത്. അതുപോലെ തന്നെ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇതേ ഒരു വൈറ്റ് കളറുള്ള ഷോളും പിന്നെ ചുരിദാറും ആണല്ലോ, കണ്ടില്ലേ. ഞങ്ങളിപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുക. ആ സീറ്റിലാണ് അവൾ ഇരിക്കുന്നത്. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഞാൻ വീട്ടിൽ എടുക്കണ നേരത്തെ അവൾ വന്ന് ഓർമ്മ. ഇത് എന്ത് പരിപാടിയല്ലേ.
അവൾ എണീച്ചിരിക്കണം. ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തുണ്ടെന്നല്ല, അവളെന്താ ഉറങ്ങിക്കളഞ്ഞു. ഇത് ഏത് സ്റ്റോപ്പാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ മംഗലാപുരം സ്റ്റേഷനിലാണ്. ഇപ്പോൾ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ് മൂകാംബികയിലോട്ട് പോകാനുള്ള ട്രെയിനിന് വേണ്ടിയിട്ട്. പിന്നെ കുറേ പേരുണ്ട്. എൻ്റെ അമ്മാമ്മ കണ്ട അച്ചുമൊക്കെ ടാറ്റ പറയുന്നുണ്ട്, ഹായ് എന്നൊക്കെ. പിന്നെ അവർ കുറേ കോമാളത്തിലൊക്കെ കാണിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ അദ്രിയുണ്ട് ചിറ്റേൻ്റെ കയ്യിൽ. പിന്നെ എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ മൂകാംബികയിലോട്ട് പോണേ. പിന്നെ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾ. പിന്നെ അതിൻ്റെ മുന്നേ ഞങ്ങൾ ഫാഷൻ ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിറ്റ പറയായിരുന്നു ഞാൻ ഇങ്ങനെ നടന്നു, അബി അങ്ങനെ നടന്നു എന്നൊക്കെ. പിന്നെ ഞങ്ങൾ എല്ലാവരും കാത്തു നിൽക്കുമായിരുന്നു. പിന്നെ അവരൊക്കെ ഫുഡ് മേടിക്കാൻ പോയതാണ്. പിന്നെ ഞങ്ങൾ അടുത്ത ട്രെയിനിൽ കയറി സ്പ്രൈറ്റ് കുടിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ മൂകാംബികയിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ബൈ ബൈ.